സഹോദരങ്ങളെ, ഒന്ന്, റഹ്മാനായ റബ്ബിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ഉണ്ടാകുന്നത് എന്ന കൃത്യമായ ബോധ്യം. അതുകൊണ്ട് തന്നെ അള്ളാഹു എനിക്കൊരുക്കി വെച്ചിട്ടുള്ള എല്ലാ നന്മകളും എല്ലാ ഷർറുകളിൽ നിന്നുള്ള സുരക്ഷയ്ക്കും വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥമായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന തീരുമാനം. മൂന്നാമതായി, എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും അള്ളാഹു എന്നെ സംരക്ഷിക്കും, അള്ളാഹു എനിക്ക് നൽകുക തന്നെ ചെയ്യും, അള്ളാഹു മതി എന്ന ബോധ്യം. ശരി, ഞാൻ ഈ പറഞ്ഞ തത്വത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സഹോദരങ്ങളെ, ഇനി നാം ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സാധ്യമാകുമോ? മനുഷ്യർ തെറ്റിപ്പോകുന്ന തവക്കുൽ എന്തെന്നറിയോ? അവിടെയാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രസക്തി. മനുഷ്യർ തവക്കുലാക്കൽ അള്ളാഹുവിൽ അല്ല, മഹാഭൂരിപക്ഷം. അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. പിന്നെ എവിടെയാണ് തവക്കുലാക്കുക? നമുക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ലഭിക്കുമെന്ന് വിചാരിക്കുന്ന പ്രവൃത്തിയിലാണ് മഹാഭൂരിപക്ഷം ആളുകളും തവക്കുലാക്കുക. ഒരു ജോലി കിട്ടിയെങ്കിൽ എല്ലാ പ്രശ്നവും തീരും, അല്ലേ? ജോലിയിൽ തവക്കുലാക്കുന്നവർ നമ്മളൊക്കെ മനസ്സങ്ങനെ, കുറച്ച് പണം ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അപ്പം എന്തിനാണ് നമ്മൾ തവക്കുലാക്കിയത്? പണത്തെയാണ് തവക്കുലാക്കിയത്. എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എൻ്റെ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടുമോ? ഇല്ല. ആ ഒരു തിരിച്ചറിവ് പലപ്പോഴും നമുക്കില്ലാതെ പോകും. എന്നിട്ട് നമ്മൾ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യും. എന്നാൽ ആരോഗ്യം വേണ്ടേ? വേണം. സമ്പത്ത് വേണ്ടേ? വേണം. എല്ലാം വേണം. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ സകലമാന സൗഭാഗ്യങ്ങളും ഉണ്ടാവുക എന്നുള്ളത് ആ വസ്തുവിൽ തവക്കുലാക്കലാണ്. എന്നാൽ എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നവൻ റഹ്മാനായ റബ്ബാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളിലും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്, എൻ്റെ ഒരു കണ്ണിമ വെട്ടുന്ന സെക്കൻഡ് പോലും ബാക്കി എന്താ, എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കൽ റഹ്മാനെ. ഇന്ന് കണ്ണ് എത്ര വട്ടം ചിമ്മി തുറന്നു? കണക്കുണ്ടോ സഹോദരങ്ങളെ? അള്ളാഹിൻ്റെ റസൂൽ പറയാം, അത് നമുക്ക് കഴിയാഞ്ഞിട്ടാണ്. നമുക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയണേ? അത് കഴിയാഞ്ഞിട്ടല്ലല്ലോ, അത് നമുക്ക് കഴിയും. ആ സഹാബിക്ക് തൻ്റെ ചെരുപ്പിൻ്റെ വാറ് തുന്നിച്ചേർക്കാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ല, കഴിയുന്ന കാര്യമാണ്. അത് അള്ളാഹു നമുക്ക് നൽകിയ അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കഴിവ് നൽകിയ റഹ്മാനായ റബ്ബ് ഇത് പൂർത്തിയാക്കാൻ എനിക്ക് അവസരം നൽകണം, അള്ളാഹുവാണ് എന്നെ സഹായിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയോ? ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മൾ അള്ളാഹനെ വിട്ടുപോകും. കഠിനമായ രോഗം വന്നു, കച്ചവടം തകർന്നുപോയി, ജീവിതത്തിലെ സൗഭാഗ്യങ്ങളൊക്കെ അസ്തമിച്ചു പോയി, ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, മക്കൾ മരിച്ചു, എല്ലാം സൗഭാഗ്യമാണ് എന്നും ഇതാണ് എൻ്റെ രക്ഷയെന്നും തീരുമാനിച്ച് അതിന് പിന്നാലെ സന്തോഷിച്ച് നടന്ന് റഹ്മാനായ റബ്ബിനെ മറന്നു കളഞ്ഞാൽ പ്രതിസന്ധികളിൽ ആരും സഹായത്തിനുണ്ടാവില്ല. അല്ലെങ്കിൽ അള്ളാഹു സഹായിക്കുന്ന. ഞാൻ വെറുതെ പറഞ്ഞല്ല. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഏറ്റവും വലിയ നിഷ്ഠൂരനായ ഒരു രാജാവിനോട് അള്ളാഹുവിനെ കുറിച്ച് പറയണം എന്നുള്ളതാണ്. മാത്രമല്ല, തൻ്റെ ജനതയെ, ബനൂ ഇസ്രായേലുകാരെ മോചിപ്പിച്ചുകൊണ്ട് അവരെ സുരക്ഷിതരായി അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യണം. വലിയ ഒരു ഉദ്യമമാണ് അള്ളാഹു കൊടുത്തത്. നോക്കൂ നിങ്ങൾ, ആ ഉദ്യമത്തിൽ കഠിനാധ്വാനം ചെയ്തു. ആര്? മൂസാ നബി അലൈഹിസ്സലാം. വിശ്വാസമുണ്ട് എൻ്റെ റഹ്മാനായ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന്. ഫിർഔൻ എന്നെ കൊന്നുകളയും, അള്ളാഹിനോട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കാ. അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ രണ്ടാളും പോയിക്കോ, കൂടെ ഞാൻ ഉണ്ട്. എന്തൊരു ധൈര്യമായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിന്. എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ മൂസാ നബി അലൈഹി ഇസ്ലാം കടന്നു പോയത്. അവസാനം പ്രാർത്ഥിച്ച് സംവാദങ്ങളും വാഗ്വാദങ്ങളും തർക്കങ്ങളും ഭീഷണികളും രണ്ട് മനുഷ്യരാണ് ഏറ്റെടുത്തത്. അവർക്ക് പിന്നിൽ നിരാലംബരായ കുറേ മനുഷ്യർ. അവർക്ക് പലർക്കും ഭൗതിക താല്പര്യമാണ് ഉണ്ടായിരുന്നത്, രക്ഷപ്പെടണം എന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു ജനതയെയാണ് അള്ളാഹ് കൊടുത്തത്. എന്നിട്ട് അവരോട് അള്ളാഹു ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവരെത്താണ് എവിടെ? കടലിൻ്റെ അടുത്തെത്തുക. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു, എല്ലാം സുരക്ഷിതമായി എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് അവർ കാണുന്നത് ആരെ?
ഫിർഔൻ സൈന്യത്തെ മാത്രമല്ല, ആ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളെയും കൂട്ടി വിജയമാഘോഷിക്കുവാൻ വേണ്ടി ബനൂ ഇസ്രായേലുകാരെ തുടച്ചു നീക്കുന്നതിൻ്റെ സുന്ദര കാഴ്ച കാണാൻ വേണ്ടി തൻ്റെ ഈജിപ്തിലെ മുഴുവൻ ജനങ്ങളെ കൂട്ടിയിട്ടാണ് വന്നത്. ഇത് കണ്ട മാത്രയിൽ ഇസ്രായേലുകാരായ ആളുകൾ പറഞ്ഞു, അല്ലാഹ് പറയാ, ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ. ഈ തവക്കുൽ പഠിപ്പിക്കാൻ ആ സഹോദരങ്ങളെ ഈ ചരിത്രം നമ്മെ അല്ലാഹ് ഓർമ്മപ്പെടുത്തിയത്. ഈ ഒരു സന്ദർഭത്തിൽ ഒരു രക്ഷയുമില്ലെന്ന് അവർക്ക് തോന്നിയ ആ നിമിഷത്തിൽ മൂസാ നബി അലൈഹിസ്സലാമയുടെ ജനത പറഞ്ഞു, ഇന്നാ ലമുദ്റകുൻ. കഴിഞ്ഞ നമ്മളെ കഥ, ഇനി നമുക്ക് രക്ഷയില്ല, നമ്മൾ സമ്പൂർണമായി നശിച്ചിരിക്കുന്നു. ഇനി ഒരു പ്രതീക്ഷയില്ലാത്ത വിധം അവർ നിരാശയിലായി. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കെന്താ? ഖാല, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, കല്ലാ, ഹേയ് ജനമേ, അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞതല്ല ശരി. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എനിക്കൊരു മാർഗം കാണിച്ചു തരും. ഇതാണ് തവക്കുൽ. ഇങ്ങനെ സുന്ദരമായ തവക്കുൽ നമുക്കുണ്ടെങ്കിൽ, മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ അതികഠിനമായ പ്രതിസന്ധിയിൽ അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ള സുരക്ഷിതത്വം അള്ളാഹു നൽകുമെന്ന് പറയാനാണ് ഈ കഥ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഒന്നല്ല, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ കഠിനമായ അധ്വാനം, രാപ്പകലില്ലാത്ത അധ്വാനം, ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും, തൻ്റെ സഹപ്രവർത്തകരെ സഹാബത്തിനെ കൊന്നൊടുക്കലും, കച്ചവടത്തിൽ ബഹിഷ്കരണവും, കുടുംബത്തിൽ നിന്ന് ആട്ടിയിറക്കലും, യാ അല്ലാഹ്, എത്രമാത്രം കഠിനമായ പ്രതിസന്ധികളാണ് പ്രവാചകന്റെ ജീവിതത്തിൽ കടന്നുപോയത്. എന്നിട്ട് അവസാനം വർഷങ്ങൾ നീണ്ടതിന് ശേഷം, പതിറ്റാണ്ടിന് ശേഷമാണ് ഇന്ന പ്രവാചകരെ താങ്കൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പൊയ്ക്കോളൂ എന്ന അനുവാദം ഉണ്ടാകുന്നത്. അല്ലേ? ആ യാത്ര ഒന്ന് ഓർത്തു നോക്ക്. എന്തെല്ലാം ഒരുക്കങ്ങളാണ്, എന്തെല്ലാം കഠിനാധ്വാനമാണ് പ്രവാചകൻ ചെയ്തത് എന്നതിന് ശേഷം അവർ രാത്രി സൗർ ഗുഹയിൽ രാത്രി താമസിക്കുന്നുണ്ട്. ആരൊക്കെ? പ്രവാചകനും പ്രിയക്കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖും. തനിക്ക് രഹസ്യമായി ഊടുവഴികളിലൂടെ കടന്നു പോകാൻ ഒരു ജൂതന്റെ സഹായം തേടുന്നുണ്ട്. നാട്ടിലെ വിവരങ്ങൾ അറിയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ളയെ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ആടുകളുമായി വന്ന് ഭക്ഷണം കൊണ്ടുവന്ന് നാട്ടിലെ വിവരങ്ങൾ പറയുന്നുണ്ട്. എല്ലാ ഒരുക്കങ്ങളും, കഠിനാധ്വാനം, തൻ്റെ മാർഗത്തിൽ തനിക്ക് ചെയ്യാവുന്നതിൻ്റെ അങ്ങേ അറ്റത്തെ പ്രവർത്തനം മൂസാ നബി ചെയ്തതുപോലെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. മദീനയിൽ തനിക്ക് പള്ളി വാങ്ങാൻ 2 സെഞ്ചിയിൽ പണം ശേഖരിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കച്ചവടത്തിൽ നിന്ന് ലഭിക്കാവുന്ന അത്രയും സമ്പാദ്യം വലിച്ചിട്ടുണ്ട്. അത് മുഴുവൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. യാത്രക്ക് വേണ്ടിയുള്ള ഭക്ഷണം, ഒട്ടകം, എല്ലാം, യാത്രക്കുള്ള മാപ്പ്, റൂട്ട്, എല്ലാം. എന്തൊരു ഒരുക്കമാ! അതാ പറഞ്ഞത്, കഠിനാധ്വാനം ചെയ്യും. തനിക്കെത്താവുന്ന ലക്ഷ്യത്തിലേക്ക് കഠിനാധ്വാനം ചെയ്തു പ്രവാചകൻ. പക്ഷേ അസന്നിഗ്ധമായ ഒരു ഘട്ടമുണ്ടായി. ആ സൗർ ഗുഹയിൽ അവരിങ്ങനെ ഇരിക്കുമ്പോൾ മക്കാ മുശ്രിക്കുകൾ കടന്നു വന്നൊരു രംഗം നോക്കൂ നിങ്ങൾ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫറഅയ്തു ആസാറൽ മുശ്രിക്കീന, ആ മുശ്രിക്കീങ്ങളുടെ ആ അടയാളങ്ങൾ, അവർ വന്നതിൻ്റെ കാലച്ചകൾ ഞാൻ കേട്ടു. ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൗ അന്ന അഹദുഹും റഫഅ ഖദമഹു റഅന, റസൂലേ, അവരൊന്ന് കാലിന്റെ ചുവട്ടിലേക്കൊന്ന് നോക്കിയാൽ നമ്മളെ കാണൂലേ? പ്രവാചകൻ വളരെ സന്തോഷത്തോടു കൂടി, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പാട് ലേശമില്ലാതെ ശാന്തനായി പറഞ്ഞു, മാ ലന്നുക ബിഇസ്നൈനി അല്ലാഹു സാലിസുഹുമ. എന്തിനാ അബൂബക്കർ നീ വിഷമിക്കുന്നത്? അല്ലാഹു മൂന്നാമനായി കൂടെയുള്ള 2 പേരെ കുറിച്ച് താങ്കൾ എന്താ വിചാരിക്കുന്നത്? നോക്കൂ നിങ്ങൾ, അതാണ് തവക്കുൽ. നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തിയതിനു ശേഷം അള്ളാഹുവിനെ നമ്മൾ തവക്കുലാക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആ 2 പേർ ഗുഹയിലായ സന്ദർഭം ഓർക്കുന്നില്ലേ? അല്ലാഹ് കഥ പറയാ. ഓർക്കുന്നില്ലേ?
തൻ്റെ കൂട്ടുകാരനോട് പ്രവാചകൻ പറഞ്ഞു, ലാ തഹ്സൻ, നീ ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ട്. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ആ മാർഗത്തിലുള്ള കഠിനമായ പരിശ്രമം, അള്ളാഹു സഹായിക്കുമെന്ന ഉത്തമ ബോധ്യം, നിർഭയമായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്നുകൂടി പറയാം ആ ചരിത്രത്തിൽ നിന്ന്. സഹോദരങ്ങളെ, ജീവിതത്തിൽ യഅ്കൂബ് നബി അലൈഹിസ്സലാമിയുടെ ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ? യഅ്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ 2 മക്കളെയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. ഒന്ന് യൂസഫിനെ കുറിച്ച് നമുക്കറിയാം, ബിന്യാമീനെ കുറിച്ച് നമുക്കറിയാം. തൻ്റെ മറ്റു മക്കളെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയം തോന്നുമാറുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായത്. 2 ആളെയും കിട്ടിയില്ല. ആദ്യം അദ്ദേഹത്തിൻ്റെ കണ്ണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് വെളുത്തുപോയി, അന്ധനായിപ്പോയി അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് വിശുദ്ധ ഖുർആനിലുണ്ട്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. ഒരു കാര്യത്തിൻ്റെ വിധികർത്തൃത്വം അള്ളാഹ്ക്കാണ്, തീരുമാനം അള്ളാഹുവിനാണ്. ഞാനിതാ അലൈഹി തവക്കൽതു, ഞാൻ അവന്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വ അലൈഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ, അവന്റെ മേൽ തന്നെയാണ് ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കേണ്ടത് എന്ന് യഅ്കൂബ് നബി അലൈഹിസ്സലാം പറയാം. എന്തേ അള്ളാഹ് ചെയ്തത്? ചരിത്രം നമ്മൾ പിന്നെ വായിച്ചില്ലേ? യൂസഫ് നബി അലൈഹിസ്സലാമിനെയും അനുജനെയും ബാക്കി മക്കളെയും ഒക്കെ റഹ്മാനായ റബ്ബ് തിരിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്രൂദ് എല്ലാ ജനങ്ങളെയും ഒപ്പം നിർത്തി. ഒരു നാട്ടിൽ ഒരാളെങ്കിലും കിട്ടണ്ടേ? ഒരാൾ പോലും ലഭിക്കാതെ ഒറ്റപ്പെട്ടു പോയി. ആര്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്തൊരു പരീക്ഷണമായിരുന്നു! ഒരു മരത്തിൽ കെട്ടിയിട്ടു അദ്ദേഹത്തെ വലിച്ചെറിയാനുള്ള തീക്കുണ്ടാരം. ആ ജനങ്ങൾ മുഴുവൻ എണ്ണയും മറ്റു വിറകും ശേഖരിച്ച് നിറച്ചു. അവർ പ്രാർത്ഥിക്കുകയായിരുന്നു, തങ്ങൾക്ക് കുട്ടിയുണ്ടാവാൻ, തങ്ങൾക്ക് സമ്പത്ത് ലഭിക്കാൻ, തങ്ങൾക്ക് ഐശ്വര്യമുണ്ടാവാൻ. ഈ നാടിന്റെ വിപത്തായ ഇബ്രാഹിമിനെ കൊല്ലാൻ ഞങ്ങളിതാ നേർച്ച നേരുന്നു എന്ന് പറഞ്ഞ് ആളിക്കത്തിച്ചു. ഒരു രക്ഷയില്ല. ഇനി തനിക്ക് രക്ഷയില്ല എന്നാണ് നമ്മളാണെങ്കിൽ വിചാരിക്കുക. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, ഹസ്ബി അല്ലാഹ് ബാക്കി വനിഅമൽ വക്കീൽ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, എനിക്കല്ലാഹ് മതി, എനിക്ക് ഭരമേൽപ്പിക്കാൻ അല്ലാഹു മതി. എന്തുണ്ടായ സഹോദരങ്ങളെ? അല്ലാഹു പ്രകൃതിയെ തന്നെ മാറ്റിക്കളഞ്ഞു. ഖുൽനാ യാ നാറു കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. കത്തിക്കുക എന്നതാണ് തീയിൻ്റെ ധർമ്മം. അള്ളാഹ് അതുപോലെ മാറ്റിക്കൊടുത്തു. തണുപ്പും സന്തോഷവുമാക്കി കൊടുക്കുക ഇബ്രാഹിമിന് തീയെ എന്നുള്ള കൽപ്പിച്ചു. നോക്കൂ നിങ്ങൾ, റഹ്മാനായ റബ്ബ് തീരുമാനമെടുക്കും നമ്മുടെ വിഷയത്തിൽ. നമ്മൾ നന്നായി തവക്കുൽ ഉള്ളവരാണ് എങ്കിൽ. നോക്കൂ നിങ്ങൾ, സക്കരിയ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം. മറിയം ബീവിയെ ബൈത്തുൽ മുഖദ്ദസിൽ പരിപാലിക്കുന്ന വലിയ ദൗത്യം അദ്ദേഹത്തിന് ലഭിച്ചു. ബൈത്തുൽ മുഖദ്ദസിലെ ഖാദിയായിരുന്നു അദ്ദേഹം. എനിക്കൊരു അനന്തരാവകാശമില്ലാത്ത വലിയ സങ്കടം ഉണ്ടായിരുന്നു. എന്നും പ്രാർത്ഥിക്കും, പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥന. ഏതുവരെ എന്നറിയോ? തൻ്റെ ദുർബലതകൾ വരെ പറഞ്ഞു, പടച്ചോനെ എല്ലൊക്കെ ദ്രവിച്ചുട്ടോ, ബലം കുറഞ്ഞു, എനിക്കിപ്പോഴും കുട്ടികൾ കിട്ടിയിട്ടില്ല, എൻ്റെ ഭാര്യ അവൾ വന്ധ്യയാണ്, ആക്കിറാണ്, പടച്ചോനെ കിട്ടിയിട്ടില്ല, എനിക്ക് പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല. എപ്പോ നമ്മളൊക്കെ പറയില്ലേ കുട്ടികൾ ഉണ്ടാവൂല എന്നുള്ള പ്രായം, അത്ര 2 പേരും വാർദ്ധക്യത്തിലെത്തിയിട്ടും അള്ളാഹുൽ തവക്കുൽ ചെയ്ത് പ്രാർത്ഥിച്ചു. അള്ളാഹ് പറഞ്ഞത് എന്താ? നിങ്ങൾ ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യാ. ആ തവക്കുലിന് അള്ളാഹ് കൊടുത്ത മറുപടി എന്താ അറിയോ? അള്ളാഹ് പറയാ, ഉത്തരം നൽകി, എന്നിട്ട് ഞാൻ സമ്മാനം കൊടുത്തു, ഞാൻ പേരിട്ട് കൊടുത്തു. അള്ളാഹ് പേരിട്ട കുട്ടിയാ യഹ്യാ. സക്കരിയ നബി അലൈഹിസ്സലാമിന് മകനെ കൊടുക്കുക മാത്രമല്ല, പേരിട്ട് കൊടുത്തു. എന്തേ സഹോദരങ്ങളെ? പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്ത് നിന്ന് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കാൻ തനിക്കൊരു റബ്ബുണ്ട് എന്ന് മനസ്സറിഞ്ഞ് വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ അകമഴിഞ്ഞ സഹായം ഇഹത്തിലും പരത്തിലും ലഭിക്കൂ എന്ന് അള്ളാഹ് ബോധ്യപ്പെടുത്തിയതാ. ഏതുവരെ എന്നറിയോ? പ്രസവിക്കൂലായിരുന്നു, പക്ഷേ അള്ളാഹ് ആ ഭാര്യയെ പ്രസവിക്കാൻ പറ്റുന്ന കോലത്തിലേക്ക് അള്ളാഹ് ഉണ്ടാക്കി കൊടുത്തു. മാറ്റും, എല്ലാം മാറ്റും റഹ്മാനായ റബ്ബ്. അത് നമുക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള തവക്കുൽ ഉണ്ടാവണം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇന്നഹും കാനു, നിശ്ചയമായും അവർ ആയിരുന്നു, യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ ധൃതിപ്പെട്ട് മുന്നോട്ട് വരുന്നവർ ആയിരുന്നു. അത് നമുക്കുണ്ടാവണം. എല്ലാ നന്മയിലും നമ്മൾ ഉണ്ടാവണം. ഈ ക്ലാസ് കേൾക്കുമ്പോൾ സഹോദരങ്ങളെ മനസ്സിലുണ്ടാവണം, പടച്ചവൻ എനിക്ക് നിർബന്ധമാക്കി ഒന്നും നഷ്ടപ്പെടുത്തൂല. തീരുമാനിക്കണം.
ഞാൻ എൻ്റെ എന്ത് പ്രൊഫഷനാണെങ്കിലും, ഞാൻ എത്ര തിരക്ക് പിടിച്ച ആളാണെങ്കിലും, എൻ്റെ തിരക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നുമല്ലെന്ന് തീരുമാനിക്കണം. ഹയ്യ അലസ്സലാ, ഒരു വിളിയാളമില്ലേ സഹോദരങ്ങളെ? എന്തിനാണ് ആ വിളി? നീ ജോലി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണോ? അല്ല. തിരക്കൊഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണോ? അല്ല. സമയമായി, നീ വാ, വിജയത്തിലേക്ക് വാ, നമസ്കാരത്തിലേക്ക് വാ. അവിടെ സമയനാ വഅതഅനാ, കേട്ടു അനുസരിച്ചു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നെഞ്ചത്ത് കൈവച്ച് സുജൂദിലേക്ക് നോക്കി നിന്ന് ഫാത്തിഹ ഓതി റുകൂഇൽ പ്രാർത്ഥിച്ച് സുജൂദിൽ പ്രാർത്ഥിച്ച് ശേഷം നാദാ സ്വീകരിക്കണം റഹ്മാനെ എന്ന മനസ്സോടു കൂടി ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് നമുക്ക് ചെയ്യാൻ. അതെവിടെ നഷ്ടപ്പെടുന്നു? അവിടെ നമ്മൾ ദുനിയാവിനെ പ്രണയിക്കുന്നു, അള്ളാഹുവിൽ തവക്കുലില്ലാതെ പോകുന്നു എന്നറിയണം. പണത്തെ സ്നേഹിക്കുന്നു, സ്വർഗത്തെ നാം മറന്നു പോകുന്നു എന്ന് നമ്മൾ അറിയണം. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വീടുണ്ടാക്കാനും വലിയ ഐശ്വര്യമുള്ള ബംഗ്ലാവുകൾ കെട്ടിപ്പടുക്കാനും പെരിന്തൽമണ്ണ സിറ്റിയിൽ എനിക്കൊരു കോംപ്ലക്സ് ഉണ്ടെന്ന് പറയാനുമൊക്കെ വലിയ സന്തോഷം. ശരി, എല്ലാ ദിവസവും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു വീടുണ്ടാക്കാന്ന് പറഞ്ഞാലോ? ഒരു കണ്ണും കാണാത്ത, ഒരു മനസ്സിനും നിർവചിക്കാൻ കഴിയാത്ത അതിസുന്ദരമായ ഭവനം. അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞേ? റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ മതി എന്നാണ്. സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത്, ളുഹറിന് മുമ്പ് 2 or 4, ശേഷം 2, മഗ്‌രിബിന് ശേഷം 2, ഇശാന് ശേഷം 2, ഒരു 20 മിനിറ്റ്. ഇന്ന് കിട്ടിയോ? സ്വർഗത്തിൽ വീടുണ്ടാക്കിയ? ദുനിയാവിനോടാണോ പ്രണയം? അള്ളാഹിൻ്റെ സ്വർഗത്തോടാണോ പ്രണയം? അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എല്ലാ അവയവങ്ങൾക്കും സ്വതക്കയുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. കുല്ലു സുലാമ സ്വതക്ക. എന്നിട്ട് അതൊക്കെ കിട്ടാവുന്ന ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു. ദുഹാ നമസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. 2 or 4 ആ സൂര്യൻ ഉദിച്ചുയർന്ന് ആ ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ്, അല്ലേ, ഒന്ന് ഒളിവെടുത്ത് കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ്സിട്ട് ഓഫീസിലേക്ക് ഇറങ്ങൂലേ? ആ ആദ്യത്തെ നൃത്തം അള്ളാഹിൻ്റെ മുമ്പിൽ 2 റക്അത്തിന് നിന്ന് നോക്കി സഹോദരങ്ങളെ. ആ ഇൻസൈഡ് ചെയ്ത് ആ ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ആ ഒതുകോട് കൂടി വന്ന് അല്ലാഹു അക്ബർ, അതാ ഞാൻ ഇറങ്ങട്ടോ, കാക്കണം കേട്ടോ, അതാ തവക്കുൽ. ഇന്ന് കിട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റബാഹ് ഇങ്ങനെ നടന്നു വന്നപ്പോൾ പുഞ്ചിരിയോട് കൂടി പറഞ്ഞു, ബിലാൽ, സ്വർഗത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്തുകൂടെയാണല്ലോ താങ്കളുടെ നടത്തം, ചെരുപ്പിൻ്റെ ശബ്ദം ഞാൻ കേട്ടു എന്നാ. 2 ആളും മരിച്ചിട്ടില്ല. ആ സഹാബത്തിനൊക്കെ ആശ്ചര്യമായി. ബിലാൽ ഇബ്നു റബാഹിനോട് അവർ ചോദിച്ചു, എന്തേ ഞങ്ങളെക്കാൾ പ്രത്യേകിച്ച്, എന്തേ ഒരു പ്രത്യേകിച്ച്? ബിലാൽ ഇബ്നു റബാഹ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് എനിക്ക് വല്ലാത്ത ഇഷ്ടമായി. ഏതാ ഇഷ്ടം എന്നറിയോ? ഒതു എടുത്താൽ 2 റക്അത്ത് നിസ്കരിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ ഹദീസ് പഠിച്ചപ്പോൾ ഒതു നഷ്ടപ്പെടുമ്പോൾ ഞാൻ ഒതു എടുക്കും, ഒതു എടുത്താൽ 2 റക്അത്ത് നിസ്കരിക്കും. ഒതു നഷ്ടപ്പെടാതെ എങ്ങനെ ജീവിക്കാം? എന്തിന് സഹോദരങ്ങളെ? എപ്പോൾ മരിച്ചാലും സ്വർഗത്ത് എത്തണം നില തവക്കുല ഉണ്ടോ? തിരക്ക് അല്ലേ, വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് നമ്മളെ തിരക്ക്. സഹോദരങ്ങളെ, എത്ര തിരക്കൂട്ടിയാലും ഇവിടെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, അല്ലേ? ഒരു മഞ്ഞക്കടലാസ് 4-5 എണ്ണം ഷെൽഫിലുണ്ടാവും ആധാരേ, അല്ലെങ്കിൽ ലാഭത്തിൻ്റെ കുറച്ച് കടലാസുകൾ, അതൊക്കെ ഒരു 55-60 വയസ്സ് വരെയൊക്കെ ഉണ്ടാവും. ഈ 56-ാമത്തെ വയസ്സിൽ എൻ്റെ ഒരു സുഹൃത്ത് മാഷ് റിട്ടയറാണ്. അദ്ദേഹം റിട്ടയറായി. അപ്പോൾ അദ്ദേഹം ഒരു 2-3 കൊല്ലം മുമ്പ് തന്നെ തുടങ്ങിക്കണേ റിട്ടയറായാലേ പ്രൊജക്റ്റ്. അദ്ദേഹം വലിയ മില്ലും കാര്യങ്ങളൊക്കെ തുടങ്ങി ഭയങ്കര സംഭവമാക്കി. റിട്ടയറാണിൻ്റെ ഒരാഴ്ച മുമ്പ് തലകറങ്ങിന്ന് വീണതാ. നോക്കുമ്പോൾ ട്യൂമറാ. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ ആഗ്രഹിച്ചത് ദുനിയാവാ. പക്ഷേ അള്ളാഹുവിനെ ഒരു പരീക്ഷണം എനിക്ക് വരും എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദുനിയാവിൽ ആ പരീക്ഷണം ഒരു രക്ഷയാണ്. അത്രേ ഉള്ളൂ സഹോദരങ്ങളെ. എത്ര ആളുകളാണ് ഈ മൗലാന ഹോസ്പിറ്റലിൽ നിൽക്കണേ, പ്രതീക്ഷയോടുകൂടി ആളുകൾ കൊണ്ടുവന്ന് മണിക്കൂറുകൾ കഴിയുമ്പോൾ എത്ര ചെറുപ്പക്കാരെയാണ് മുഖത്തേക്ക് വെള്ളത്തുണി വലിച്ചിട്ട് ആർത്തലച്ച് കരയുന്ന കുടുംബങ്ങൾ കടന്നു പോകുന്നത്. നമ്മൾ അറിയുക, ജീവിതത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല
എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്ക് നൽകും എന്നാണ്. ഇനി തവക്കുലുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മറ്റു ചില അനുഗ്രഹങ്ങൾ കൂടി ഞാൻ പറയാം. ഒന്നെന്താണെന്നറിയോ? ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് ആരാ? നമ്മെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ചത് ആരാ? അല്ലേ? അല്ലാഹ്. റഹ്മാനായ റബ്ബ് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ടായാൽ എന്ത് സുന്ദരമായിരിക്കും ജീവിതം. അല്ലാഹ് പറഞ്ഞു, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. പ്രവാചകനോടുള്ള കൽപ്പനയാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. തീർച്ചയായും അള്ളാഹു ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ തവക്കുലുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടാകും, നിരാശയുണ്ടാവില്ല എന്ന് മാത്രമല്ല, റഹ്മാനായ റബ്ബ് നമ്മെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. മറ്റൊന്ന്, അള്ളാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ അറിയോ? എല്ലാ കാര്യവും അള്ളാഹ് അങ്ങോട്ട് ഏറ്റെടുക്കും. ഓൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ അള്ളയാണ് നോക്കാം, അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടി വരും നമ്മളെ കാര്യം. അള്ളാഹ് പറയാ, മൻ യതവക്കൽ അലല്ലാഹ്. ആരാണോ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് ഫഹുവ ഹസ്ബു. എല്ലാറ്റിനും അവന് അള്ളാഹു മതിയായവനാണ്. മറ്റൊന്നെന്താണെന്നറിയോ? ജീവിതത്തിൻ്റെ സുഖങ്ങളും ഉപജീവനമൊക്കെ അല്ലേ നമ്മളെ പ്രശ്നം, അല്ലേ? അതിനല്ലേ ഓട്ടത്തിനിടയിലാണല്ലോ അള്ളാനെ മറക്കണേ, അല്ലേ? ഞാൻ ഓടിയെങ്കിൽ എൻ്റെ കാര്യം നടക്കുള്ളൂ എന്നുള്ള ബേജാറിലല്ലേ ഓടുന്നത്. ഹേയ്, നിസ്കാരം തടസ്സമായി, നോമ്പൊക്കെ ഭയങ്കര പ്രശ്നമായി, പള്ളിക്കൊരു 10,000 റുപ്യ ചോദിച്ചാൽ ആൾക്കറിയോ എൻ്റെ കുട്ടിൻ്റെ അല്ലേ പ്രശ്നങ്ങളാണ്. നമ്മുടെ പണം കിട്ട് പുറത്തേക്ക് വരില്ല. ദൂർത്തടിക്കണം എന്നല്ല, അള്ളാഹ് ചില പോയിന്റുകൾ ഇങ്ങനെ കാണിച്ചു തരും സ്വർഗത്തേക്ക് ഇങ്ങനെ നടന്നു പോകാൻ. അത് ചിലപ്പോൾ ഒരു പള്ളിൻ്റെ 10 സെൻറ്റിൽ ഒരു കാസെൻറ്റ് വാങ്ങാനായിരിക്കും, അല്ലെങ്കിൽ ഒരു വിധവക്ക് വീട് വെച്ചു കൊടുക്കാനായിരിക്കും. നമ്മളെ മക്കൾ ചിലപ്പോൾ നമ്മളെക്കാൾ വലിയ കോടീശ്വരന്മാരായിരിക്കും. ഒരു വീടുണ്ടാക്കിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നമ്മൾ വലിയ വീടൊക്കെ മക്കൾക്ക് ഉണ്ടാക്കും, നമ്മൾ മരിച്ചാൽ അത് തച്ച് പൊളിച്ചവർ ഓൽക്ക് ഇഷ്ടമുള്ള വീടുണ്ടാക്കും. ശരിയല്ലേ? അത്രേ ഉണ്ടാവുള്ളൂ. നമ്മളതൊന്നും ആരും ഉപയോഗിക്കില്ല. അത് വാപ്പാൻ്റെ തന്തവൈബാണെന്ന് കണ്ടാണ് വിടും. ഓല കോലത്തിലാകാരം. എന്നാലേ ഗതിയില്ലാത്തൊരുത്തനൊരു വീട് വെച്ച് നോക്ക്, അവൻ 5 നേരത്തെ പ്രാർത്ഥനയിലുണ്ടാവും. പടച്ചോനെ, ഈ ഇടിങ്ങനെ പൊട്ടുമ്പോൾ ആ നേല കണ്ടിന്ന് വീട്ടിൽ നിന്ന് ഈ ചെറിയ വീട്ടിൽ മാറ്റിയൊരു കുടുംബം ഉണ്ടല്ലോ റഹ്മാനെ. നമുക്ക് എന്തേ നഷ്ടം ഉണ്ടായിട്ടുള്ളൂ? ഒരു കൊല്ലത്തിൽ 10 ലക്ഷമോ 20 ലക്ഷമോ 50 ലക്ഷമൊക്കെ വരുമാനമല്ലേ നമ്മൾ 2-3 ലക്ഷമൊക്കെ ചിലവാക്കിയിട്ടുണ്ടാവുള്ളൂ. ഉണ്ടോ നമ്മളിത് സമ്പാദ്യം? ഒരു പള്ളിക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ആ പള്ളി കിടക്കണ 5 ലക്ഷം രൂപ മുടക്കി മുസല്ലയിൽ എൻ്റെ 1 ലക്ഷം ഉണ്ട്, എൻ്റെ ഒരു 50,000 ഉണ്ട്, അതേ ഉണ്ടാകൂ. അത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതാണ് അള്ളാഹ് പറഞ്ഞു, ഫഹു ഹസ്ബു, അവൻ അള്ളാഹ് മതി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അവൻ്റെ ജീവിതത്തിലെ എല്ലാ ഉപജീവനവും അള്ളാഹു നൽകും. ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി. ശരിയായ തവക്കുൽ, ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ മനസ്സറിഞ്ഞ് അള്ളാഹിനെ പഠിച്ച് മനസ്സിലാക്കി എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്ത് ഇതിൻ്റെ ഹൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ജീവിച്ച ഒരു മനുഷ്യനാണ് എങ്കിൽ ലറസഖ്തും കമാ തുർസഖുത് തയ്ർ. പക്ഷികൾക്കല്ല ഭക്ഷണം കൊടുക്കണ പോലെ അവൻ്റെ പ്രശ്നത്തിൽ അല്ല ഇടപെടുന്നതാണ്. എന്താ പക്ഷികളുടെ പ്രശ്നം? അവരൊന്നും എടുത്തു വെക്കണില്ല. നേരെ ഇരുട്ടാകുമ്പോൾ വീട്ടിലേക്ക് വരും, കൂട്ടിലേക്ക് വരും, നേരം വെളുത്ത പറന്നു പോകും. പക്ഷേ ഒരു പക്ഷിയും പട്ടിണി കടന്ന് മരിച്ചിട്ടില്ല. കാരണം എന്താ? അള്ളാഹ് അതിനൊരു മാർഗം കാണിച്ചു കൊടുക്കും. അതിൻ്റെ കുട്ടികളാരും ഭക്ഷണം കിട്ടാതെ ചത്തുപോയിട്ടില്ല. അതിൻ്റെ ചുണ്ടിൽ അള്ളാഹു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. ആ പക്ഷി അധ്വാനിച്ചിട്ടുണ്ട്, ആ അധ്വാനം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുള്ളൂ. 4-മത്തെ ഗുണം എന്താ സഹോദരങ്ങളെ? സ്വർഗം കിട്ടും. തവക്കുലില്ലെങ്കിൽ സ്വർഗം ഉണ്ടാവില്ല. കാരണം തവക്കുലില്ലെങ്കിൽ നമ്മൾ സ്വന്തം കാര്യം നോക്കുന്നത്, അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചിട്ടില്ല, വല്ലദീന ആമനൂ, വിശ്വസിക്കുകയും വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ, ല നുബവ്വി അന്നഹും മിനൽ ജന്ന ഉറഫൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫിഹാ നിഅമ അജ്റുൽ ആമിലീൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് നാം സ്വർഗത്തിൽ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന ഉന്നത സൗധങ്ങൾ, ഉന്നത വീടുകൾ, താമസ സൗകര്യം നൽകുന്നതാണ്. അള്ള വെച്ച കണ്ടീഷനാണ്. പക്ഷേ അല്ലദീന സബറു, ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ക്ഷമിക്കണം. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യണം.
ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഷർറ് എന്താ അറിയോ? പിശാച് ഉപദ്രവിക്കുക എന്നുള്ളതാണ്. പിശാചിൻ്റെ വസ്വാസാൻ, പിശാചുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് തിന്മക്ക് പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. സുരക്ഷിതത്വം വേണോ? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ തവക്കുൽ ചെയ്യണം. ഇന്നഹു ലൈസ ലഹു സുൽത്താൻ, പിശാചിന് യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല. അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അയാളെ ഉപദ്രവിക്കാൻ പിശാചിന് സാധിക്കുകയില്ല എന്ന് തവക്കുലിനെ കുറിച്ച് അതിൻ്റെ പ്രതിഫലമായി ദുനിയാവിൽ നിന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്നെന്താ സഹോദരങ്ങളെ, ജീവിതത്തിൽ നിരാശയോ ഉണ്ടാവില്ല എന്നാണ്. നിരാശയുണ്ടാവില്ല, നിരാശപ്പെട്ട് പരാജയത്തെക്കുറിച്ച് സങ്കടപ്പെടില്ല എന്നാണ്. ഖുൽ, നബിയെ പറയുക, ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊന്നും ബാധിക്കൂല എന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ഒരാൾ, അവന് നിരാശ ഉണ്ടാവില്ല. അതാണ് തവക്കുൽ, അതാണ് തവക്കുൽ. ഒരു നിരാശ ഉണ്ടാവില്ല. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഹുവ മൗലാന, അവർ വിശ്വസിക്കും അള്ളാഹുവാണ് എൻ്റെ യജമാനൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അങ്ങനെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരായിരിക്കും അവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, തവക്കുൽ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ നന്മയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ഒരു സംശയത്തിന് കൂടി മറുപടി ഞാൻ പറയാം. എങ്കിൽ ഒക്കെ അള്ളാഹുവിൻ്റെ കാര്യമാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും പ്രവർത്തിക്കാതെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഒന്നുകൂടി ഞാൻ അതിന് മറുപടി പറയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് യമനുകാരായ ചില യാത്രക്കാർ പറഞ്ഞു, ഞങ്ങൾ പാഥേയമൊരുക്കാതെ, യാത്രക്കുള്ള വിഭവമൊരുക്കാതെ ഞങ്ങളൊക്കെ ഹജ്ജിന് പോവുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ തവക്കുലാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ഹജ്ജിന് പോവുകയാണ് എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അപ്പോഴാണ് സൂറത്ത് ബഖറയിലെ 197 വചനം ഇറങ്ങിയത്. വതസവ്വദൂ, നിങ്ങൾ വിഭവങ്ങൾ ഒരുക്കുക, ഒരുക്കിയിട്ട് യാത്ര പോകാവൂ. നബി ഹിജറ പോയപ്പോൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. പ്രവാചകന്മാർ അഖിലവും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മടിയും അലസതയുമില്ലാത്ത അധ്വാനമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, ഞാൻ അള്ളാഹുൽ തവക്കുലാക്കി നടന്ന ഹജ്ജിന് പോവുകയാണ് എന്ന് പറഞ്ഞു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഉടനെ ചോദിച്ചു, പരിഹസിച്ചുകൊണ്ട്, കൂടെ ആളുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ ഈ അയാളെ ഭക്ഷണപ്പൊതിയിലാണ് തവക്കുലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതായത് ആ തവക്കുലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈസിക്ക് നടക്കാമെന്ന് അല്ലെങ്കിൽ വെറുതെ നടക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല എന്നാണ് നമ്മൾ അറിയേണ്ടത്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിൽ ഊടുവഴികൾ അറിയാൻ പ്ലാനിങ്ങോട് കൂടി അബ്ദുല്ലാഹിബിൻ ഉറൈഖയെ എന്ന ജൂതനെ പോലും പ്രവാചകൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ ഈ ദുനിയാവിലെ എല്ലാ നന്മകൾ നേടാനും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലം ഇഹത്തിലും പരത്തിലും ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശാലമായൊരു വിഷയമാണ്, ഒരു തലം മാത്രമാണ് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അധ്വാനങ്ങൾ മുഴുവൻ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സമ്പാദ്യവും മുഴുവൻ തന്നെ സംരക്ഷിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അതാണ് അതിലുള്ള തവക്കുൽ. എന്നാൽ എല്ലാം നൽകിയവൻ അള്ളാഹുവാണ്. എല്ലാം റഹ്മാനായ റബ്ബ് നൽകിയതിൻ്റെ കണക്കനുസരിച്ചാണ് എനിക്ക് ലഭിക്കുന്നത്. ആ അള്ളാഹുവിനെ നന്ദി കാണിച്ച് അവൻ എനിക്ക് നിർബന്ധമാക്കിയ ഇബാദത്തുകൾ, ഞാൻ പഠിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, ഞാൻ ജീവിതത്തിൽ പകർത്താൻ ഏൽപ്പിക്കപ്പെട്ട പ്രവാചകൻ്റെ തിരുസുന്നത്ത്, അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടാൽ എനിക്ക് അല്ലാഹു തവക്കുലിനുള്ള പ്രതിഫലമായി ജന്നാത്തുൽ ഫിർദൗസ് നൽകുമെന്ന പ്രതീക്ഷയോടു കൂടി നിരാശയില്ലാത്തൊരു ജീവിതമാണ് നമുക്കുണ്ടാവേണ്ടത്. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.